ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഒരു മീൻ കിട്ടിയ ആ മീനിൻ്റെ പേരാണ് പിയാപ്ല. നമ്മൾ പുതിയാപ്ല എന്ന് പറയും കേട്ടോ. നിങ്ങളെന്നാ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നന്നാക്കി എടുക്കാൻ വളരെ പാടാണ്. അതിൻ്റെ മേലെ നമ്മൾ തൂളി എന്ന് പറയും, മേലത്തെ തൂളിയും തലയൊക്കെ പോക്കുമ്പോഴത്തേക്ക് ഈ സൈഡൊക്കെ മുറിച്ചു, എന്നിട്ട് അതിൻ്റെ എല്ലാ ഭാഗവും മുറിച്ചിട്ട് പിന്നെ തല മുറിക്കും. ഇത് നമുക്ക് കറി വെക്കാനും പൊരിക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. പക്ഷേ ഈ മീൻ മുറിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുളിക്കേണ്ടി വരും. ഇതിൻ്റെ ഈ മേലത്തെ ഈ പോകുന്ന തൂളി ഉണ്ടല്ലോ, ആ തൂളി കഴുത്തിൽ വരെ തെറിച്ച് വരും. അങ്ങനത്തെ ഒരു മീനാണിത് കേട്ടോ. അപ്പോൾ ആ മീൻ നമ്മൾ പൊരിക്കാൻ വേണ്ടി വരിഞ്ഞു അത് നല്ലവണ്ണം പെരക്കിയെടുക്കുകയാണ്. മുറിച്ചതിന് ശേഷം നല്ലോണം മഞ്ഞളും മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആദ്യം എടുത്തിട്ടു അതിലേക്ക് നല്ലോണം പുരട്ടി വെച്ച് ആ വരയിലൂടെയൊക്കെ ഈ മുളക് കയറുമ്പോൾ ഉപ്പും മുളകൊക്കെ ചേരുമ്പോൾ നല്ല സൂപ്പറാണ്. അതേപോലെ തന്നെ നമ്മളെ മീൻ കറിയും അതുകൊണ്ട് തന്നെ കറിയും വെക്കും. തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ പുളി ഒഴിച്ച് എല്ലാം ചേർത്തെടുത്ത് പുളി കണ്ടോ, പുളിയൊക്കെ പിഴിഞ്ഞ് നല്ല സൂപ്പറായി കലക്കിയെടുക്കും. ഈ ഇങ്ങനെ പിഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ തക്കാളിയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ചാറൊക്കെ വരുമ്പം തേങ്ങ അരച്ച് അരവും എല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം കലക്കിയെടുത്ത് പണ്ട് നമ്മൾ അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കറി പോലത്തെ നല്ല ടേസ്റ്റായിരിക്കും ചട്ടിയിൽ. അപ്പോൾ ആ കറി കലക്കി വെച്ചപ്പോൾ അതിലേക്ക് വരുന്ന കഷ്ണങ്ങളാണ് ഇത്, മീൻ കഷ്ണങ്ങൾ. പക്ഷെ അതിപ്പോൾ ഇടില്ല, കറി തിളച്ചതിന് ശേഷം മാത്രമേ ഇടൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 കൊളുന്ത് കറിവേപ്പില ഇടണം, ഉപ്പും ചേർക്കണം, പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ പൊരിച്ച മീനൊക്കെ ഒരുപാട് അതിൻ്റെ ഇടുന്ന കഷ്ണങ്ങളാണ് ഇത്. വീണ്ടും ഒന്ന് കാണിച്ചു എന്ന് മാത്രം. കറിവേപ്പില ഇടുവാണേ. കറിവേപ്പിലൊക്കെ ഞെരടി ഇട്ടപ്പോൾ തന്നെ നല്ല വാസനയാണ്. അപ്പോൾ ഗ്യാസ് കത്തിച്ചു അടുപ്പത്ത് വെച്ചു, കറി അടുപ്പത്ത് വെച്ചു. പിന്നെ നമ്മൾ പൊരിക്കേണ്ടത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, കറിവേപ്പില ഇട്ടു, പിന്നെ മീൻ പൊരിക്കാൻ വെച്ചു. ഇതൊന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ആകെ പൊളിഞ്ഞിങ്ങ് പോരും, ഒന്ന് വെന്താൽ ആകെ പൊളിഞ്ഞ് വരും. നമ്മൾ ആൾക്കാർ കുറവല്ലേ ഉള്ളൂ, അതുകൊണ്ട് അത്രേ പൊരിക്കാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നല്ല മഞ്ഞളും മുളകും എല്ലാം പുരട്ടി വെച്ച് ചെറിയ ചൂടിൽ ഇങ്ങനെ ആവുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കറി തിളച്ച് വരുന്നുണ്ട്. കറി തിളച്ച് കുയ്യലെടുത്ത് ഒന്ന് സൈഡ് കൂടെ ഇളക്കി നല്ല തിള വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചട്ടിയിലെ കറി ഇങ്ങനെ തിളച്ച് വരുവാണ്. അപ്പം അതിലേക്ക് നമ്മൾ മീൻ കഷ്ണം ഇടുവാണ്. മീൻ കഷ്ണം ഓരോന്നായിട്ട് അടുപ്പിലിട്ടു, ചട്ടിയിലിട്ടു. അപ്പോൾ ഇത് അധികം നമ്മൾ ഇളക്കാൻ പാടില്ല, ഇളക്കിയാൽ അതിങ്ങനെ പൊട്ടിങ്ങ് പോരും. ഇട്ടപാടൊന്ന് ഇളക്കി അതിന് ശേഷം കുയ്യലൊക്കെ ഇളക്കി വെച്ച് അതിലിങ്ങനെ തിളച്ച് വരുക കേട്ടോ. ഒന്ന് സൈഡ് കൂടെ ഒന്ന് തിളച്ചെടുത്ത് കുയ്യലുകൊണ്ട് ഇളക്കിയെടുത്ത് അങ്ങനെ നമ്മളെ മീൻ വറുത്തത് അതാ റെഡിയായി വരുന്നുണ്ട്. പൊരിക്കാൻ വെച്ചത് ഇങ്ങനെ പൊരിഞ്ഞങ്ങനെ വരുന്നുണ്ട്.
അപ്പം ഇനി തിരിച്ചിടണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് തിരിച്ചിടണം. ആ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് തണുത്താലാണ് തിരിച്ചിടാൻ പറ്റുള്ളൂ. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അപ്പം നമ്മൾ അങ്ങനെ പൊരിച്ചതൊക്കെ ആയി. അപ്പോൾ പ്ലേറ്റിൽ നമ്മൾ ചോറും വറവിട്ട് ചോറ് വിളമ്പി, പിന്നെ എന്തുണ്ട്, അതിലേക്ക് നമ്മുടെ മീൻ പൊരിച്ചതും എടുത്ത് വെക്കണം. അങ്ങനെ സെർവ് ചെയ്യണേ. ഈ മീൻ പൊരിച്ചതും ഈ വറവും കൂട്ടി തന്നെ നമുക്ക് ചോറുണ്ണാം. പിന്നെ കുറച്ച് കറികൾ ഒഴിക്കണം, മീൻ കറി ഒഴിക്കണം. ഇതൊക്കെ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് സബും ലൈക്കും തരണേ കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ PK മീഡിയയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ മീനങ്ങനെ പൊരിച്ചതും കറിയും കൂട്ടി ഇങ്ങനെ